ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര ഭാഗം 25. അതൊരു തോന്നലാണെന്ന് കരുതി അവൾ വീണ്ടും കണ്ണുകൾ അടച്ചു. പക്ഷെ വീണ്ടും ആ ശബ്ദം അവിടെ മുഴങ്ങി. മീര. വർഷങ്ങളായി ശബ്ദമന്യമായിരുന്ന മെറിയിൽ നിന്ന് ആദ്യമായി പുറത്തേക്ക് വന്ന വാക്ക്. മീരയുടെ ഹൃദയം പടപട ഇടിച്ചു. അവൾ ഓടിപ്പോയി ലാൻഡ് ഫോൺ എടുത്ത് മാർക്കിനെ വിളിച്ചു. ഹലോ മീര, അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മെറിക്ക് എന്തെങ്കിലും? അസമയത്തുള്ള മീരയുടെ കോൾ കണ്ട് മാർക്ക് ആവലാതിയോട് ചോദിച്ചു. മാർക്ക്, മെറി വിളിച്ചു. അവൾ എന്റെ പേര് വിളിച്ചു. മീര ശ്വാസം എടുക്കാൻ പോലും മറന്നു പറഞ്ഞു. ഏയ്, നിനക്ക് തോന്നിയതാവാം മീര. അതിന് യാതൊരു സാധ്യതയുമില്ല. നിരാശപ്പെട്ടു മടുത്ത ഒരച്ഛന്റെ ശബ്ദമായിരുന്നു അത്. ഇല്ല മാർക്ക്, ഒന്നല്ല 2 തവണ അവൾ എന്നെ വിളിച്ചു. എനിക്ക് ഉറപ്പാണ്, മീര തറപ്പിച്ചു പറഞ്ഞു. ഒരു മിനിറ്റ്, ഞാനിപ്പോൾ തിരിച്ചു വിളിക്കാം. മാർക്ക് ഫോൺ വെച്ചു. സിസ്റ്റത്തിലൂടെ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിക്കാനായിരിക്കും അദ്ദേഹം പോയതെന്ന് മീരയ്ക്ക് മനസ്സിലായി. അപ്പോഴേക്കും മെറിയുടെ മുറിയിൽ നിന്നും വീണ്ടും അവ്യക്തമായ ആ വിളി മുഴങ്ങി. നിമിഷങ്ങൾക്കകം മാർക്കിന്റെ കോൾ തിരിച്ചെത്തി. മീര, നീ പറഞ്ഞത് സത്യമാണ്. എന്റെ മോൾ സംസാരിച്ചിരിക്കുന്നു. എനിക്കിപ്പോൾ ഉറപ്പായി അവൾക്കിനി നടക്കാനും കഴിയും. അവളൊന്ന് എഴുന്നേറ്റ് നടന്നാൽ മതി മീര. ആ നിമിഷം ഞാൻ അവളെ അവിടുന്ന് കൊണ്ടുപോകും. എന്റെ മകൾ എനിക്കൊപ്പം വേണം. ആവേശത്തോടെയുള്ള മാർക്കിന്റെ വാക്കുകൾ മീരയെ ഒരേ സമയം സന്തോഷിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്തു. മാർക്ക് ഫോൺ വെച്ച ശേഷം മീരയുടെ ഉള്ളിൽ വല്ലാത്തൊരു ആത്മസംഘർഷം പടർന്നു. ഈശോയെ, എന്റെ പരീക്ഷണങ്ങൾ അവസാനിക്കുന്നില്ലേ? മെറി സുഖപ്പെട്ട് അച്ഛനോടൊപ്പം പോയാൽ എനിക്ക് ജോലി നഷ്ടപ്പെടും. വീണ്ടും കഷ്ടപ്പാടുകളിലേക്കാണോ എന്റെ യാത്ര? രാത്രിയുടെ ഏകാന്തതയിൽ അവൾ ആകുലപ്പെട്ടു. പക്ഷെ അവളുടെ മനസാക്ഷി അവളെ ശാസിച്ചു. സ്വാർത്ഥത പാടില്ല മീര. മെറി അവളുടെ മാതാപിതാക്കളുടെ സ്നേഹത്തണലിൽ വളരേണ്ടവളാണ്. അവൾക്ക് ഇതുവരെ കിട്ടാതിരുന്ന ആ ലോകം തിരിച്ചു കിട്ടുന്നതിൽ നീ സന്തോഷിക്കണം. നിന്റെ ജീവിതം അതെന്തു തന്നെയാണെങ്കിലും നിനക്ക് മുന്നോട്ടുള്ള വഴി ദൈവം കാണിച്ചു തരും. ആ രാത്രി മുഴുവൻ മീരയുടെ മനസ്സ് വലിയ യുദ്ധക്കളമായിരുന്നു. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും മെറിയുടെ പുരോഗതിയിലെ സന്തോഷവും മാറി മാറി അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. മെറി, നീ സംസാരിച്ചു എന്ന് മീര പറഞ്ഞല്ലോ. ഞാൻ എത്ര നേരമായി പലതും ചോദിക്കുന്നു. നീ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. അപ്പോൾ മീര പറഞ്ഞത് വെറും നുണയായിരുന്നു. പിറ്റേന്ന് അവളെ കാണാനായി എത്തിയ സ്പീച്ച് തെറാപ്പിസ്റ്റ് മെറിയെ ഒന്ന് പ്രകോപിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അതൊരു മനഃശാസ്ത്രപരമായ തന്ത്രമായിരുന്നു. മീര മെറിയുടെ കുഞ്ഞു കൈകൾ തന്റെ ഉള്ളം കൈയിൽ ചേർത്ത് പിടിച്ചു. മോളെ, എന്തെങ്കിലും ഒന്ന് പറയൂ. നീ മിണ്ടാതിരുന്നാൽ ഞാൻ പറഞ്ഞതൊക്കെ കള്ളമാകില്ലേ? പ്ലീസ്. ഒരു കൊച്ചുകുട്ടിയെ പോലെ മീര അവളോട് കെഞ്ചി. മുറിയിൽ നിശബ്ദത കനത്തു നിന്നു. ഒടുവിൽ തൊണ്ടയിൽ തടഞ്ഞു നിന്ന വാക്കുകളെ സർവ്വശക്തിയും എടുത്ത് പുറത്തെത്തിച്ചുകൊണ്ട് അവൾ പതുക്കെ വിളിച്ചു. മീര. അത് കേട്ടതും ലാപ്ടോപ്പിലൂടെ അത് കണ്ടുകൊണ്ടിരുന്ന മാർക്കിന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. ആഹ്ലാദത്തിനൊപ്പം വലിയൊരു ആശ്വാസം അയാളിൽ നിറഞ്ഞു. മെറിയുടെ അമ്മ ആനിക്കും അത് വലിയൊരു മാറ്റമായിരുന്നു. അവൾക്കൊരിക്കലും അവളുടെ മകളെ വെറുക്കാനായിരുന്നില്ല. പക്ഷെ മകളുടെ മൗനവും തന്നിൽ നിന്നുള്ള അകൽച്ചയും ആനിയെ മാനസികമായി തളർത്തിയിരുന്നു. ആ വേദന കൊണ്ട് മാത്രമായിരുന്നു അവർ മാറി നിന്നത്. എന്നാൽ മകളുടെ ശബ്ദം കേട്ടതോടെ താൻ തോറ്റുപോയിടത്തു നിന്നും മെറിയെ നെഞ്ചോട് ചേർക്കാൻ ആ അമ്മയുടെ മനസ്സ് വെമ്പുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ലൂയിയുടെ ഫോൺ കോൾ എത്തുമ്പോൾ മീര പ്രാർത്ഥനയിലായിരുന്നു. മീര, ഇന്നാണ് കേരന്റെ ശവസംസ്കാരം. നിനക്ക് വരാൻ സാധിക്കുമോ? മാർക്കിന്റെ അനുവാദത്തോടെ മീര ശ്മശാനത്തിലെത്തി. ഹൈഫ ബീച്ചിനോട് ചേർന്നുള്ള ആ ശ്മശാനത്തിലെ കാറ്റിന് ഉപ്പിന്റെയും മരണത്തിന്റെയും ഗന്ധമായിരുന്നു. ആൾക്കൂട്ടത്തിന് നടുവിൽ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ആ നിശ്ചലമായ രൂപത്തിനരികിൽ തകർന്ന തരിപ്പണമായവനെ പോലെ ഡാനി ഇരിപ്പുണ്ടായിരുന്നു. തന്റെ പ്രിയപ്പെട്ടവളുടെ ശരീരം മണ്ണിലേക്ക് മടങ്ങുന്നത് നോക്കി നിന്ന ആ മനുഷ്യന്റെ ഉള്ളിൽ ഓർമ്മകൾ ഇരുമ്പുന്നുണ്ടായിരുന്നു. മീരയെ കണ്ടതും ഡാനിയിൽ അതുവരെ ഉള്ളിലൊതുക്കിയ സങ്കടം ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു. അവൻ വേച്ചു വേച്ച് അവൾക്കടുത്തേക്ക് വന്നു. നീയല്ലേ പറഞ്ഞത് എന്റെ കേരൻ തിരിച്ചു വരുമെന്ന്? നിന്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെന്ന്. എന്നിട്ട് ഇത് കണ്ടോ മീര? അവൾ ഇനി ഒരിക്കലും കണ്ണു തുറക്കില്ല. അവന്റെ വാക്കുകൾ കരച്ചിലിൽ മുറിഞ്ഞുപോയി. അടുത്ത നിമിഷം ആകെ തളർന്ന ഡാനി തന്റെ സർവ്വ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ട് മീരയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അതൊരു കാമുകന്റെ ആശ്ലേഷമായിരുന്നില്ല, മറിച്ച് എല്ലാം നഷ്ടപ്പെട്ട ഒരാൾക്ക് തന്റെ സങ്കടങ്ങൾ ഇറക്കി വെക്കാൻ കിട്ടിയ ഒരേ ഒരു അത്താണിയായിരുന്നു. മീരയുടെ തോളിൽ മുഖം ചായച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ വിങ്ങിപ്പൊട്ടി. ആ മരവിച്ച അന്തരീക്ഷത്തിൽ അവന്റെ വിലാപം ദയനീയമായി പ്രതിധ്വനിച്ചു. തിരികെ വീട്ടിലെത്തിയ മീരയെ കാത്ത് മെറി ഇരിക്കുന്നുണ്ടായിരുന്നു. മെറിയുടെ മുഖത്ത് തിരിച്ചറിവിന്റെ ഒരു തെളിച്ചം. മീര, കേരൻ പോയി അല്ലേ? ഡാനി എന്തു പറയുന്നു? അവൻ ഒന്നും മിണ്ടിയില്ല മോളെ. കുറേയേറെ നേരം കരഞ്ഞു. പിന്നെ അന്ന് നീ പറഞ്ഞ ആ ഹഗ് ഉണ്ടല്ലോ, അതവൻ ഇന്ന് എന്നിൽ നിന്നും പിടിച്ചു വാങ്ങി.
എന്റെ നെഞ്ചിൽ മുഖം ചായച്ച് അവൻ ഒരുപാട് നേരം വിങ്ങിപ്പൊട്ടി. മീര എന്ന് പറയുമ്പോൾ മെറിയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ, മെറി അവളുടെ ബോർഡിൽ കുറിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ ഡാനിയും ബെന്നും മാർക്കിന്റെ വീട്ടിലെ സ്ഥിര സന്ദർശകരായി. മരണമെന്ന കഠിനമായ സത്യത്തോട് അവൻ മൗനമായി പൊരുത്തപ്പെടുന്നത് മീര വേദനയോടെ നോക്കി നിന്നു. ഡാനിയുടെ മുഖത്തുണ്ടായിരുന്ന പഴയ പ്രസരിപ്പ് ഒരൊറ്റ വേനലിൽ കൊഴിഞ്ഞുപോയ പൂവ് പോലെ മാഞ്ഞുപോയിരുന്നു. ഈ സന്ദർഭങ്ങളിലൊക്കെയും മെറിയുടെ ഉള്ളിലെ അമ്മയോടുള്ള വെറുപ്പിന്റെ കനൽ കെടുത്താനായിരുന്നു മീരയുടെ ശ്രമം. സ്നേഹത്തിന്റെ വിലയും ഒരമ്മയുടെ സാമീപ്യം ജീവിതത്തിൽ നൽകുന്ന തണലും മീര അവൾക്ക് പകർന്നു നൽകിക്കൊണ്ടേയിരുന്നു. മീരയും അലോഷിയും തമ്മിലുള്ള ആഴത്തിലുള്ള സ്നേഹവും കരുതലും ആഴത്തിൽ തിരിച്ചറിഞ്ഞപ്പോൾ മെറിയുടെ ഉള്ളിലെ മരവിപ്പ് സാവധാനം അലിഞ്ഞു തുടങ്ങി. അമ്മയുടെ സ്നേഹത്തിനായി, ആ തലോടലിനായി അവളുടെ മനസ്സ് കൊതിച്ചു തുടങ്ങി. മാർക്കിനൊപ്പം സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന അമ്മയോട് ആ കുഞ്ഞു മനസ്സ് സംസാരിച്ചു തുടങ്ങി. വേദനയും വെറുപ്പും എല്ലാം അകന്ന് ആ അമ്മ മാനസത്തിലേക്ക് ചേരാൻ ആ കുഞ്ഞു മനസ്സ് വെമ്പൽ കൊണ്ടു. 2 ദിവസങ്ങൾക്ക് ശേഷം ഡാനി തനിച്ച് മീരയെ കാണാനെത്തി. മീരയും ഡാനിയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മെറി തന്റെ റൈറ്റിംഗ് ബോർഡിൽ എന്തോ വേഗത്തിൽ കുറിക്കുന്നത് മീര കണ്ടു. കൗതുകത്തോടെ മീര അത് കൈക്കലാക്കി. എന്നാൽ അതിലെ വരികൾ വായിച്ചതും മീരയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. ഹൃദയം നിറങ്ങുന്ന വേദനയോടെ, അതിലേറെ ദയനീയമായി അവൾ മെറിയെ നോക്കി. ആ ബോർഡിലെ അക്ഷരങ്ങളിൽ ഒളിച്ചിരുന്ന ആ കഠിന സത്യം അവളുടെ ഹൃദയത്തെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. ഇങ്ങു തന്നെ, അതിലെന്താ ഉള്ളത്? ഞാനും കൂടി കാണട്ടെ. മീരയ്ക്ക് തടയാനാകും മുൻപ് ഡാനി ആ ബോർഡ് പിടിച്ചു വാങ്ങി. ബോർഡിലെ വരികൾ കണ്ട് ഡാനി ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചുപോയി. ഡാനി, കേരൻ പോയില്ലേ? മീരയുടെ കിച്ചുവും ഇപ്പോഴില്ല. നിനക്കെന്റെ മീരയെ വിവാഹം കഴിക്കാമോ? അവൾക്കും അലോഷിക്കും വേറെ ആരുമില്ല. കേരനെ ജീവനെ സ്നേഹിച്ച ഡാനിക്ക് ആ വരികൾ ഒരു വലിയ ആഘാതമായിരുന്നു. തന്റെ പ്രിയപ്പെട്ടവളുടെ ചിതയടങ്ങും മുൻപേ ഇത്തരമൊരു ചോദ്യം അവൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. തകർന്നുപോയ നോട്ടത്തോടെ ഡാനി മീരയെ നോക്കി. മീരയാകട്ടെ ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. ആ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിൽ വിരിഞ്ഞ ആ ചോദ്യം അവരുടെ 3 പേരുടെയും ജീവിതത്തെ നോവിക്കുന്ന ഒന്നായി മാറി. എന്താ മോളെ നീ ഈ പറയുന്നത്? കൊച്ചുകുട്ടികൾ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഡാനി അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. അവന്റെ ഉള്ളിലെ കേരന്റെ ഓർമ്മകൾക്ക് ആ ചോദ്യം ഒരു മുറിവായിരുന്നു. അവൾ കുഞ്ഞല്ലേ ഡാനി. അവളുടെ ലോകം നമ്മളിൽ മാത്രമായി ചുരുങ്ങിപ്പോയത് കൊണ്ട് സംഭവിച്ചതാണ്. മെറിക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. മീര അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ ഇവിടേക്ക് വരാൻ പാടില്ലായിരുന്നു അല്ലേ? ഡാനിയുടെ സ്വരം ഇടറുന്നുണ്ടായിരുന്നു. വാക്കുകൾ പുറത്തേക്ക് വരാൻ പ്രയാസപ്പെടുന്നത് പോലെ അവൻ വിതുമ്പി. എന്റെ കേരന്റെ ആത്മാവ്, അവൾ എവിടെയും പോയിട്ടില്ല. എന്റെ ശ്വാസത്തിനൊപ്പം ഇപ്പോഴും അവളുണ്ട്. മെറി എഴുതിയ ആ വരികൾ അവളും വായിച്ചിട്ടുണ്ടാകില്ലേ? ദൈവമേ, അവൾക്കത് സഹിക്കാനാകുമോ? നെഞ്ചു തകരുന്ന വേദനയോടെ ഡാനി കണ്ണീർ വാർത്തു. അവന്റെ ഓരോ വാക്കും ആ മുറിയിലെ വായുവിൽ ഒരു തേങ്ങലായി പടർന്നു. മെറിയുടെ തല കുനിഞ്ഞു തന്നെയിരുന്നു. മരവിച്ച ചുണ്ടുകൾക്കിടയിൽ നിന്നും വളരെ കഷ്ടപ്പെട്ട് ഒരു വാക്ക് മാത്രം പുറത്തേക്ക് വന്നു, സോറി. പക്ഷേ ആ ക്ഷമാപണം കേൾക്കാൻ ഡാനി അവിടെ നിന്നില്ല. ഒരക്ഷരം പോലും മിണ്ടാതെ അവൻ വേച്ചു പിടയുന്ന കാലടികളോടെ പുറത്തേക്ക് നടന്നു. പുറത്തെ ഏകാന്തതയിൽ വെച്ച് ഡാനി തന്റെ ഉള്ളിലെ കനൽ മീരയ്ക്ക് മുൻപിൽ തുറന്നിട്ടു. മീര, എനിക്ക് എന്നെ തന്നെ പേടിയാകുന്നു. കേരൻ എന്റെ ഉള്ളിൽ ജീവിക്കുമ്പോഴും അറിഞ്ഞോ അറിയാതെയോ എന്റെ മനസ്സ് നിന്നിലേക്ക് ചാഞ്ഞു പോകുന്നുണ്ടോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമ്മുടെ സൗഹൃദം അതിന്റെ അതിരുകൾ ലംഘിക്കുന്നുണ്ടോ എന്ന് എന്റെ മനസാക്ഷി എന്നെ വേട്ടയാടുകയാണ്. കേരനോടുള്ള എന്റെ പ്രണയത്തിന് ഞാൻ നൽകുന്ന വഞ്ചനയാണോ ഇത്? അറിഞ്ഞോ അറിയാതെയോ നിന്റെ മനസ്സിൽ ഒരു പോറലെങ്കിലും ഞാൻ വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ, നിന്റെ സമാധാനം ഞാൻ കെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അയ്യോ ഡാനി, അങ്ങനെയൊന്നും പറയല്ലേ. മീര ആതുരതയോടെ അവന്റെ കൈകൾ ചേർത്ത് പിടിച്ചു. നമ്മുടേതെന്നും പരിശുദ്ധമായ ഒരു സൗഹൃദമായിരിക്കും. നമുക്ക് മുന്നിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട്. ആ യാത്രയിലാണ് നമ്മൾ. പരസ്പരം താങ്ങാവേണ്ടവരാണ് നമ്മൾ. മീരയുടെ ആശ്വാസവാക്കുകൾ ഒരു തണുത്ത കാറ്റുപോലെ ഡാനിയുടെ നീറുന്ന മനസ്സിലേക്ക് പെയ്തിറങ്ങി. അവന്റെ ഉള്ളിലെ അശാന്തിക്ക് അതൊരു താൽക്കാലിക ശമനമായി. എങ്കിലും ആ രാത്രി മീരയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഡാനിയുടെ വാക്കുകൾ അവളുടെ ഉള്ളിൽ വലിയൊരു തിരയിളക്കം തന്നെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഏകാന്തതയിൽ ദൈവത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ അവളുടെ മനസ്സ് വിങ്ങി. എന്റെ ദൈവമേ, അവൾ വിതുമ്പലോടെ പ്രാർത്ഥിച്ചു. എന്റെ ജീവിതത്തിൽ പാപത്തിന്റെ സാഹചര്യങ്ങൾ ഇനി ഉണ്ടാവരുതേ. അറിയാതെ പോലും എന്റെ മനസ്സ് വഴിതെറ്റരുത്. എനിക്ക് എന്റെ മകൻ മാത്രം മതി. അവനാണ് എന്റെ ലോകം. ആ ലോകത്തിലേക്ക് മറ്റൊരു നിഴലും വരാൻ അനുവദിക്കരുതേ. ഭാവിയെക്കുറിച്ചുള്ള ഭയവും സ്വന്തം മനസ്സിനെ പരിശുദ്ധമായി സൂക്ഷിക്കാനുള്ള അവളുടെ വാശിയും ആ പ്രാർത്ഥനയിൽ നിറഞ്ഞു നിന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം മാർക്കും ആനിയും എത്തി.
മെറി തന്റെ അമ്മയുടെ മാറിലേക്ക് ചേർന്ന് നിൽക്കുന്ന കാഴ്ച മീരയുടെ ഉള്ളിൽ കുളിർമഴയായി. അവർ മെറിയെയും കൂട്ടി ബീച്ചിലേക്ക് പോയപ്പോൾ മീര ഡാനിയെയും ബെന്നിനെയും കാണാൻ ഇറങ്ങി. എന്നാൽ വഴിയരികിൽ വെച്ച് ആ ശബ്ദം അവളെ തളച്ചു. ഹായ് മീര, താൻ എന്നെ മറന്നു കാണില്ലല്ലോ അല്ലേ? ആ ശബ്ദം കേട്ടപ്പോൾ മീരയുടെ ഉള്ളിൽ ഒരു അറപ്പ് പടർന്നു. തിരിഞ്ഞു നോക്കാതെ തന്നെ അവൾക്ക് ആളെ മനസ്സിലായി. ആൽബി, എന്നെ വെറുതെ വിട്ടേക്കൂ ആൽബി. ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നത് എന്റെ കുടുംബത്തിന് വേണ്ടിയാണ്. നമുക്കിടയിൽ യാതൊരു ബന്ധവുമില്ല, ഇനി ഉണ്ടാവുകയുമില്ല. അത് പറഞ്ഞുകൊണ്ട് മീര അവനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാൻ ശ്രമിച്ചു. പക്ഷെ ഒരു വിഷപ്പാമ്പിനെ പോലെ അവൻ അവളുടെ വഴി തടഞ്ഞു. നീ എത്ര അകന്നു മാറിയാലും നിന്നെ ഞാൻ കൊതിച്ചുപോയി മീര. നാട്ടിൽ നിന്റെ ഭർത്താവിനും മക്കൾക്കും ബന്ധുക്കളുണ്ട്. പക്ഷെ ഈ പ്രവാസ മണ്ണിൽ നിനക്കാരുണ്ട്? നിന്റെ ഈ സൗന്ദര്യമൊക്കെ തീരുന്നതിന് മുമ്പ് നമുക്കിവിടെ ഒന്ന് അടിച്ചു പൊളിച്ചു ജീവിച്ചുകൂടെ? കിരണിന് നീ വെറും ATM കാർഡ് മാത്രമാണ്. പക്ഷെ എനിക്ക് നിന്നെ വേണം. അവന്റെ വാക്കുകളിൽ കാമത്തിന്റെ അഴുക്ക് പുരണ്ടിരുന്നു. അറപ്പോടെ അവൾ വേഗത്തിൽ നടന്നു. ബെന്നിന്റെ വീട് ദൂരത്തല്ല, അവിടെ എത്തിയാൽ താൻ സുരക്ഷിതയാണ്. എന്നാൽ ആൽബി വിടാൻ ഭാവമില്ലായിരുന്നു. അവൻ അവളുടെ കൈകളിൽ ബലമായി പിടിച്ചു. മര്യാദയ്ക്ക് അനുസരിച്ചോ മീര, അല്ലെങ്കിൽ നാട്ടിൽ നിനക്ക് നിന്റെ കുടുംബം പോലും ഇല്ലാതാകും. നീ എന്റെ കൂടെ കിടന്നു എന്ന് ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, നിന്റെ കിരൺ നിന്നെ പടിയടിച്ചു പുറത്താക്കും. സത്യത്തിലുമുപരി വാക്കുകൾക്ക് സ്ഥാനമുള്ള ലോകമാണിത്. മീരയുടെ ഉള്ളിൽ അഗ്നി പടർന്നു. അപമാനത്തിന്റെ കനൽ ആളിപ്പടർന്ന നിമിഷം ആലോചിച്ചു നിൽക്കാൻ അവൾക്കായില്ല. അവൾ സർവശക്തിയും എടുത്ത് ആൽബിയുടെ കരുണത്തടിച്ചു. ആ ഞെട്ടലിൽ അവനൊന്ന് വിറകൊണ്ടു നിന്നപ്പോൾ അവൾ മുന്നോട്ടോടി. പുറകിൽ അവൻ വരുന്നുണ്ടോ എന്ന് പേടിയോടെ നോക്കി പാഞ്ഞ അവൾ ചെന്നിടിച്ചത് ആരുടെയോ കരുത്തുള്ള മാറത്തേക്കായിരുന്നു. നിൽക്കടി അവിടെ! പിന്നാലെ ഓടി വന്ന ആൽബി കിതച്ചുകൊണ്ട് ആക്രോശിച്ചു. ആർക്കു വേണ്ടിയാണ് നീ ഇതൊക്കെ കാത്തു സൂക്ഷിക്കുന്നത്? നീ ആരെയാ പേടിക്കുന്നത്? പെട്ടെന്ന് മീരയുടെ ഉള്ളിലെ ഭയം മാറി. ഒരു വന്യമായ ധീരത അവളിൽ ഉദിച്ചു. താൻ ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ ഉറച്ചു നിന്നുകൊണ്ട് അവൾ അവനെ തുറച്ചു നോക്കി. വിലപേശൻ വന്നിരിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു പെണ്ണിനോട് വിലപേശൻ നിനക്ക് നാണമില്ലേ ആൽബി? ഈ മീര ജീവിതത്തിൽ ഒരു പുരുഷന് മാത്രമേ തന്റെ ശരീരം നൽകിയിട്ടുള്ളൂ. അത് എനിക്ക് എന്റെ മകനെ തന്നവനാണ്. അവൻ മടങ്ങി വന്നാലും ഇല്ലെങ്കിലും ഞാൻ അവന്റെ പെണ്ണാണ്. അവൾ ഒരു ചുവട് മുന്നോട്ട് വെച്ച് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ആഞ്ഞടിച്ചു. ഇനി എന്തെങ്കിലും എനിക്കൊരു പുരുഷന് തണൽ വേണമെന്ന് തോന്നിയാൽ അന്ന് അന്തസ്സുള്ള ആണൊരുത്തിനെ ഞാൻ തന്നെ കണ്ടെത്തിക്കൊള്ളാം. അല്ലാതെ നിന്നെ പോലെ ആണും പെണ്ണും കെട്ട നട്ടലില്ലാത്ത ഒരുത്തിനെ എനിക്ക് വേണ്ട. അത് പറഞ്ഞുകൊണ്ട് അവൾ വാശിയോടെ തിരിഞ്ഞു. പെട്ടെന്ന് തന്റെ കൺമുമ്പിൽ കൈകൾ കെട്ടി നിൽക്കുന്ന ആ രണ്ടുപേരെ കണ്ടപ്പോൾ മീരയുടെ കണ്ണുകൾ വിടർന്നു. ആ ഞെട്ടൽ പെട്ടെന്ന് തന്നെ സങ്കടത്തിന് വഴിമാറി. അവളുടെ കണ്ണുകൾ നിയന്ത്രണമില്ലാതെ പെയ്യാൻ തുടങ്ങി. അല്ല സുഹൃത്തെ, താനിത് എന്താണ് ഈ കുട്ടിയോട് പറഞ്ഞത്? അവൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ചോദ്യഭാവത്തിൽ ബെൻ മുന്നോട്ട് വന്നു. അപ്പോൾ താനാണോ ഇവളുടെ ഇപ്പോഴത്തെ ആൾ? പരിഹാസത്തോടെ ആൽബി ചോദിച്ചു. അവന്റെ വാക്കുകളിൽ വല്ലാത്ത പുച്ഛം നിറഞ്ഞു നിന്നു. അയ്യോ സോറി, എനിക്ക് പെൺകുട്ടികളോട് ഒട്ടും താല്പര്യമില്ല. പക്ഷെ തന്നെ കണ്ടിട്ട് എനിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട്. എന്താ, എന്റെ ആളാകാൻ തനിക്ക് താല്പര്യമുണ്ടോ? ഒരു പ്രത്യേക ഭാവത്തോടെ ബെൻ ആൽബിക്ക് അരികിലേക്ക് എടുത്തു. ബെന്നിന്റെ ആ നീക്കത്തിൽ പകച്ചുപോയ ആൽബി ഭയത്തോടെ പിന്നോട്ട് മാറി. അയ്യേ ബെൻ, അയാളെ വിട്ടേക്ക്. അവൻ നിന്റെ ടൈപ്പല്ല. തന്നോട് താല്പര്യമില്ലെന്ന് അയാളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ നമ്മുടെ മീരയോടാണല്ലോ പുള്ളിക്കാരന് കൂടുതൽ താല്പര്യം. നീ ഒന്ന് മാറി നിൽക്ക്, ഞാൻ ചോദിക്കട്ടെ. ബെന്നിനെ തടഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡാനി മുന്നോട്ട് വന്നു. നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിപ്പോയ്ക്കോ, ഇത് ഞങ്ങളുടെ കാര്യമാണ്, ഞങ്ങൾ തന്നെ തീർത്തോളാം. ഉള്ളിലെ പരിഭ്രമം പുറത്തു കാട്ടാതെ ആൽബി വെല്ലുവിളിയോടെ പറഞ്ഞു. അയ്യോടാ, അത് പറ്റില്ലല്ലോ മോനെ. മീരയെ ഞാൻ എന്റെ പെങ്ങളായി ദത്തെടുത്തു കഴിഞ്ഞു. നീ ആദ്യം അവന്റെ ചോദ്യത്തിന് മറുപടി പറ, ബാക്കി നമുക്ക് പിന്നെ തീരുമാനിക്കാം. ബെൻ സ്വരം കടുപ്പിച്ചു. തനിക്ക് ഇവളെ വിവാഹം കഴിക്കണോ? എങ്കിൽ ആ വിവാഹം ഞങ്ങൾ തന്നെ നടത്തി തരാം. എന്താ മോനെ നിന്റെ അഭിപ്രായം? ഡാനി പരിഹാസത്തോടെ മുന്നോട്ട് വന്നുകൊണ്ട് ചോദിച്ചു. ആൽബിയിൽ നിന്നും മറുപടി ഒന്നും വരാതിരുന്നപ്പോൾ ഡാനി മീരയ്ക്ക് നേരെ തിരിഞ്ഞു. പക്ഷേ അതിനു മുൻപ് പെണ്ണിന്റെ സമ്മതം ചോദിക്കണമല്ലോ. എന്താ മീര, നിനക്ക് ഇയാളെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ? ഡാനി, ആൽബിച്ചന്റെ ഭാര്യയാകുന്ന കാര്യമാണോ? ഓ, എനിക്കത് വലിയ സമ്മതമാണ്. മീര പുച്ഛത്തോടെ മറുപടി നൽകി. അവളുടെ വാക്കുകളുടെ പരിഹാസം ആൽബിയെ ചുട്ടുപൊള്ളിച്ചു. കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആൽബി പതുക്കെ അവിടെ നിന്നും വലിയാൻ നോക്കി. അത് ശരിയാവില്ല, ഞാൻ വിവാഹിതനാണ്, അവൻ വിക്കലോടെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ മോനെ ശരിയാവുന്നത്? നിനക്ക് ഇവളെ വിവാഹം കഴിക്കണ്ടെങ്കിൽ പിന്നെ എന്താണ് വേണ്ടത്? അത് പറഞ്ഞാലല്ലേ ഞങ്ങൾക്കറിയാൻ പറ്റൂ.
അത് പറഞ്ഞുകൊണ്ട് തനിക്ക് നേരെ വരുന്ന ഡാനിയെ കണ്ടപ്പോൾ ആൽബി ഭയന്നു വിറച്ചു. രക്ഷപ്പെടാൻ വഴിയില്ലാതെ അവൻ വേച്ചു വേച്ച് പിന്നോട്ട് മാറി. മീര ഭയത്തോടെ ഡാനിയുടെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. ഓ, നിനക്ക് എനിക്ക് തരാനാണ് മടി? കണ്ട വെള്ളക്കാരന്റെ കൂടെ കിടന്നു കൊടുക്കാൻ നിനക്കൊരു ഉളുപ്പുമില്ലല്ലോ, തേവിടിശി. പിന്തിരിഞ്ഞോടുന്നതിനിടയിൽ ആൽബി ആക്രോശിച്ചു. അവന്റെ ആവശ്യം കഴിയുമ്പോൾ 1 മണിക്കൂർ എനിക്കും കൂടി മാറ്റി വെച്ചേക്കണം. എനിക്കും ഒന്ന് ആസ്വദിക്കേണ്ടേ. അറപ്പുളവാക്കുന്ന ആ വാക്കുകൾ മീരയുടെ ഹൃദയത്തിൽ തെറിച്ചു. താങ്ങാനാവാത്ത വേദനയോടെ അവൾ തളർന്ന് നിലത്തേക്ക് ഊർന്നിരുന്നു. നിയന്ത്രണം വിട്ടതുപോലെ അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. എന്താ മീര ഇത്? അവൻ എന്താണ് വിളിച്ചു പറഞ്ഞത്? പരിഭ്രമത്തോടെ ഡാനി അവളെ ചേർത്ത് പിടിച്ചു. എന്തിനാ ഈശോയെ എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം തന്നത്? എല്ലാം എല്ലാം എന്റെ തെറ്റാണ്. ഒരിക്കൽ ഒരു പുരുഷന് മുൻപിൽ അറിവില്ലായ്മ കൊണ്ട് ശരീരം സമർപ്പിച്ചു പോയ പാപിനിക്ക് ദൈവം നൽകുന്ന ശാപമാണിത്. അത് പറഞ്ഞുകൊണ്ട് മീര അലറിക്കരഞ്ഞു. എനിക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകണം, മനുഷ്യരില്ലാത്ത ഏതെങ്കിലും നരകത്തിലേക്ക്. അവിടെയാകുമ്പോൾ ചെകുത്താന്മാർ എന്റെ ശരീരത്തിന് വില പറയില്ല. മീര, നീ ഒന്ന് അടങ്ങ്, നമുക്ക് മുറിയിലേക്ക് പോകാം. അയാൾ എന്താണ് പറഞ്ഞതെന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. നീ എന്തിനാ ഇങ്ങനെ തകരുന്നത്? ഡാനി അവളെ പിടിച്ചു കുലുക്കിക്കൊണ്ട് ചോദിച്ചു. മീര ഞെട്ടലോടെ ഡാനിയുടെ മുഖത്തേക്ക് നോക്കി. ആ നിമിഷം ഭ്രാന്തിന്റെ ഉന്മാദാവസ്ഥയിൽ അവൾക്ക് സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു. അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞത് ഡാനിയുടെ മുഖമായിരുന്നില്ല, മറിച്ച് ക്രൂരനായ ആൽബിയുടെ മുഖമായിരുന്നു. നിനക്ക് എന്താ വേണ്ടത്? എന്റെ ഈ നശിച്ച ശരീരമല്ലേ? നിനക്ക് വേണ്ടതെല്ലാം ഇതിൽ നിന്നും എടുത്തോളൂ. എന്നിട്ട് എന്നെ ഒന്ന് കൊന്നു തരാമോ? അത്രയെങ്കിലും നീ എനിക്ക് വേണ്ടി ചെയ്യ്. നിലവിളിച്ചുകൊണ്ട് അവൾ തന്റെ ഷർട്ട് വലിച്ചൂരിയെറിഞ്ഞു. ആ കാഴ്ച കണ്ട ഡാനി ഒരു നിമിഷം തരിച്ചുപോയി. അടുത്ത നിമിഷം ഡാനിയുടെ കൈകൾ അവളുടെ കവിളിൽ പതിഞ്ഞു. അവളെ ഈ ലോകത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഒരു പ്രഹരമായിരുന്നു അത്. ഒപ്പം തന്റെ പുറംകുപ്പായം ഊരി അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചു. ആ കാഴ്ച കാണാനാകാതെ ബെൻ തന്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു. മീര, നീ എത്ര കാലം ഇങ്ങനെ ഓരോരുത്തരെ പേടിച്ച് ജീവിക്കും? എന്തിനാണ് നീ ഈ ആൽബിയെ ഇങ്ങനെ പേടിക്കുന്നത്? നിന്റെ സമ്മതമില്ലാതെ ആർക്കും നിന്നെ തൊടാൻ പോലും ആകില്ല. ഈ രാജ്യം ഓരോ പൗരനും നൽകുന്ന സുരക്ഷ നിനക്കുമുണ്ട്. അത് സ്വദേശിക്കും വിദേശിക്കും ഒരുപോലെയാണ്. ബെൻ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിച്ചുകൊണ്ട് തുടർന്നു. ഇനിയും ആൽബിയുടെ ശല്യമുണ്ടായാൽ നമുക്ക് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാം. മാർക്കിന്റെ വീട്ടിൽ കയറി നിന്നെ ഉപദ്രവിക്കാൻ അവന് ധൈര്യമുണ്ടാകില്ല. ഇനി നീ പുറത്തിറങ്ങുമ്പോൾ ഞാനോ ലൂയിയോ നിനക്ക് കൂട്ടുണ്ടാകും. മീര ബെന്നിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കരഞ്ഞു. ഏറെ നേരം കഴിഞ്ഞപ്പോൾ മീരയ്ക്ക് സമനില തിരിച്ചു കിട്ടി. താൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ചുള്ള ബോധം വന്നപ്പോൾ അവൾ വല്ലാതെ തകർന്നു. പശ്ചാത്താപത്തോടെ അവൾ ഡാനിയുടെ കാൽക്കിലേക്ക് വീണു പൊട്ടിക്കരഞ്ഞു. സോറി ഡാനി, എന്നോട് ക്ഷമിക്കണം. സംഭവിച്ചതൊക്കെ സംഭവിച്ചു, സാരമില്ല, നീ എഴുന്നേൽക്ക്. ഡാനി അവളെ സാവധാനം പിടിച്ചുയർത്തി. സോറി ഡാനി, ഞാൻ അറിയാതെ. എനിക്ക് മാത്രം എന്തിനാണ് ദൈവം ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ നൽകുന്നത്? എനിക്ക് എന്റെ ദൈവത്തോട് പോലും വെറുപ്പായി തുടങ്ങുന്നു. മീര വിങ്ങി പൊട്ടിക്കൊണ്ടേയിരുന്നു. അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ വീട്ടിലേക്ക് നടന്നു. ഡാനി, നീ എന്നത്തേക്കിനാ തിരിച്ചു പോകുന്നത്? വീട്ടിലെത്തി ഏറെ നേരം കഴിഞ്ഞപ്പോൾ ആ സാഹചര്യത്തിലെ സമ്മർദ്ദം കുറയ്ക്കാൻ എന്നോണം ബെൻ ചോദിച്ചു. പോകണം. പക്ഷെ ബെൻ, നീ വിചാരിക്കുന്നത് പോലെ എന്റെ കടമകൾ ഇവിടെ തീർന്നിട്ടില്ല. എന്റെയും കേരന്റെയും ജീവിതത്തിൽ നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങൾ കൂടി സംഭവിച്ചിട്ടുണ്ട്. ചില ഉറച്ച തീരുമാനങ്ങൾ. അതുകൂടി നടപ്പിലാക്കിയിട്ട് വേണം എനിക്ക് മടങ്ങാൻ. മീരയുടെ കൈകളിലെ പിടിവിടാതെ ഉറച്ച ശബ്ദത്തിൽ ഡാനി പറഞ്ഞു. എന്ത് കാര്യങ്ങൾ? ബെൻ നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു. എന്റെയും കേരന്റെയും കുഞ്ഞ്, അതിനെ എനിക്ക് വേണം. അത് കഴിഞ്ഞാൽ ഞാൻ മടങ്ങിക്കൊള്ളാം. പിന്നീട് ഒരു അവകാശവാദത്തിനുമായി ഞാൻ ഇവിടേക്ക് വരില്ല. ഡാനി അത് പറയുമ്പോൾ ബെന്നും മീരയും വിശ്വസിക്കാനാകാതെ അവനെ നോക്കി നിന്നുപോയി. ഡാനി, നിനക്ക് വല്ല കുഴപ്പവുമുണ്ടോ? നീ എന്താ പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധവുമുണ്ടോ? കേരൻ മരിച്ചു. ആ സത്യത്തോട് ഇനിയെങ്കിലും നീ ഒന്ന് പൊരുത്തപ്പെടാൻ നോക്ക്. ബെൻ ദേഷ്യത്തോടെ ശബ്ദമുയർത്തി. ഹേയ്, പേടിക്കണ്ട, എന്റെ മാനസിക നിലയ്ക്ക് യാതൊരു തകരാറുമില്ല. ഡാനി ശാന്തനായി തുടർന്നു. ഞാനും കേരനും തമ്മിലുള്ള പ്രണയം തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾക്കിടയിൽ ഒരു ജന്മത്തിന്റെ ബന്ധമുണ്ട്. ജീവിതത്തിൽ എന്നെങ്കിലും ഒരിക്കൽ ഇങ്ങനെ ഒരു വേർപിരിയൽ ഉണ്ടാകുമെന്ന് കേരൻ മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ അതിനുവേണ്ട മുൻകരുതലുകൾ വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ചെയ്തിരുന്നു. ഡാനി പറയുന്നത് കേട്ട് ഒന്നും മനസ്സിലാക്കാതെ ബെന്നും മീരയും പരസ്പരം നോക്കി. എന്ത് മുൻകരുതലുകൾ? നീ ഒന്ന് വ്യക്തമായി പറ. ബെൻ അക്ഷമനായി. എന്റെയും കേരന്റെയും കുഞ്ഞ്, അതൊരു ഭ്രൂണമായി ഹെർസിലിയ മെഡിക്കൽ സെന്ററിലെ എംബ്രിയോ ബാങ്കിലുണ്ട്. ഡാനി പറഞ്ഞു നിർത്തിയപ്പോൾ ഒരു പ്രേതത്തെ കണ്ടതുപോലെ ബെൻ കസേരയിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റു. 2 രാജ്യങ്ങളുടെയും നിയമവ്യവസ്ഥകളെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ നീക്കം നടത്തിയത്.
അതിനായി ആരും അറിയാതെ ഞങ്ങളുടെ വിവാഹവും ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ഡാനി വെളിപ്പെടുത്തിയ സത്യങ്ങൾ കേട്ട് ബെന്നും മീരയും അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു പോയി. ബെൻ, എനിക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ വേണം. അതിനിപ്പോ സുരക്ഷിതമായ ഒരു ഗർഭപാത്രമാണ് ആവശ്യം. ഈ രാജ്യത്തെ പൗരനല്ലാത്ത എനിക്ക് ഇവിടെ പരിമിതികളുണ്ട്. എല്ലാത്തിനും എനിക്ക് നിന്റെ സഹായം വേണം, ഡാനി ഉറപ്പോടെ പറഞ്ഞു. ബെൻ ആ ഞെട്ടലിൽ നിന്നും പതുക്കെ മുക്തനായി. അവൻ ഡാനിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഡാനി, ഒരു കുഞ്ഞെന്നത് നീ വിചാരിക്കുന്നത്ര നിസ്സാരമല്ല. കേരൻ അവൾ നിന്നെ വിട്ടുപോയി. അതൊരു കൈപ്പുള്ള സത്യമാണ്. ഇനി നിന്റെ മുൻപിൽ ഒരു ജീവിതമുണ്ട്. നീ മറ്റൊരു വിവാഹം കഴിക്കണം. നിനക്ക് സ്വന്തമായി ഒരു കുടുംബം ഉണ്ടാകണം. അല്ലാതെ മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടി ജീവിതം ബലി കൊടുക്കരുത്, ബെൻ ശാന്തതയോടെ പറഞ്ഞു. ഇതൊരു ബലിയല്ല ബെൻ, ഞങ്ങളുടെ പ്രണയമാണ്. അത് പറയുമ്പോൾ ഡാനിയുടെ ശബ്ദം വല്ലാതെ ഇടറി. ആത്മാർത്ഥമായി പ്രണയിച്ച ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹത്തിന്റെ അടയാളമായി ഒരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അത് കേട്ട് ബെൻ ദീർഘമായി നിശ്വസിച്ചു. ഡാനി, ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. ഒരിക്കലും നിനക്ക് ആ കുഞ്ഞിനു വേണ്ടി മാത്രമായി ജീവിക്കാനാകില്ല. നാളെ നിന്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെൺകുട്ടി കടന്നു വരും. അവൾക്ക് നിന്റെ സ്നേഹം പകർന്നു കൊടുക്കേണ്ടി വരും. പക്ഷേ എത്രയൊക്കെ നല്ലവളാണെങ്കിലും മറ്റൊരു സ്ത്രീയുടെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി അംഗീകരിക്കാൻ അവൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. അന്ന് ആ കുഞ്ഞ് നിനക്കൊരു ബാധ്യതയാകും. ബെൻ തന്റെ നിലപാട് വ്യക്തമാക്കി. നാളെ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്റെ അനുജത്തിയുടെ കുഞ്ഞിനെ ഞാൻ വിട്ടുകൊടുക്കും എന്നല്ല. പക്ഷെ ഞാനും ഒരു പട്ടാളക്കാരനാണ്. യുദ്ധം വിഴുങ്ങുന്ന ഈ മണ്ണിൽ അടുത്ത നിമിഷം എനിക്ക് എന്ത് സംഭവിക്കുമെന്നറിയില്ല. ഒരുപക്ഷെ ഞാൻ മരിച്ചാൽ ആ കുഞ്ഞ് അനാഥനാകും. നിയമം അനുവദിച്ചാൽ പോലും അങ്ങനെ ഒരു പരീക്ഷണത്തിന് ഞാൻ സമ്മതിക്കില്ല. അത് പറയുമ്പോൾ ബെന്നിന്റെ ശബ്ദം ഉറച്ചതായിരുന്നു. ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര തുടരും. അടുത്ത ഭാഗവുമായി ഉടൻ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.